ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു റൂം ടൂർ വീഡിയോ ആണ്. ഫോട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന്. പിന്നെ ചിലര് കാണുമ്പോൾ പറയും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് എടുത്ത വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മളെ റൂമിലേക്ക് പോവാം ഗായ്സ്, വാ. അപ്പൊ ഗായ്സ്, ഇതാണ് എന്റെ റൂം, കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ ഉണ്ട്, ഇതേപോലെ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പൊ ഇങ്ങനെ വെച്ച് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ എന്റെ ബാക്ക് ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് അത്ര ക്ലിയർ ആയിട്ട് കിട്ടൂല ഗായ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് ഗായ്സ്. അപ്പൊ ഞാനിതാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ദിസ് ഈസ് അവർ ആപ്പിൾ പ്ലേസ്. ഇത് ഒറിജിനൽ അല്ല ഗായ്സ്, ഇത് നമ്മള് സാധാ പ്ലാസ്റ്റിക് സംഭവമാണ്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് വാടി പോകില്ല, ഒറിജിനൽ വെച്ച് കഴിഞ്ഞാലും ഇതാവൂലേ. പക്ഷെ അവിടെ ആ കുപ്പിയിലിരിക്കുന്നത് ഒറിജിനലാണ് ഗൈസ്. ഇവിടെ ഞാൻ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇതാണ് ഗൈസ്. അപ്പൊ ഇത് ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോൾ ഇത് നമ്മള് പറശ്ശിനിക്കടവ് പോയപ്പോ ഇതെന്റെ 7ാം മാസത്തെ ചടങ്ങിന് എടുത്ത ഫോട്ടോസാണ്. അപ്പൊ ഇത് മൂത്ത മോന്റെ 2ാമത്തെ പിറന്നാളിന് എടുത്തത്. ഇത് അനിയനാണ്, ഇത് അച്ഛനും അമ്മയും, ഇത് ഏട്ടന്, ഇത് നമ്മളൊരു കല്യാണത്തിന് പോയപ്പോ എടുത്തത്. ഇത് അങ്ങനെ തന്നെയാണ്. ഇത് ഈ സമയത്ത് 2ാമത്തെ ആളില്ല, പോയപ്പോ എടുത്തത്. 6ാം മാസത്തിലെ സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഇത് നമ്മുടെ ലിയോ കുട്ടൻ, ഇത് ലല്ലു, ഇത് മൂത്തതാണ്. ഇപ്പൊ ലല്ലുവിനെയും ലിയോനെയും നിങ്ങൾ കണ്ടാ വിചാരിക്കും ഒരേപോലെ ഉണ്ടല്ലോ. ഒരേപോലെയാണ് അവർ, ഏകദേശം മുഖം. ഇത് അനിയനാണ്. പിന്നെ അത് നമ്മുടെ അച്ഛൻ്റെ അനിയന്റെ വീട്ടിൽ കൂടലിന് എടുത്ത സമയത്തുള്ളതാണ്. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത. ഇതും മോന്റെ ഡെലിവറി കഴിഞ്ഞ ശേഷം, 2nd ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള ഫോട്ടോ. ഇത് നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് എടുത്തതാണ്, ഗ്രൂപ്പ് ഫോട്ടോ. അത് കണ്ടില്ലേ, ഫോട്ടോ എല്ലാം കണ്ണട എല്ലാം വെച്ചിട്ട് നിൽക്കുന്ന ഇതാണ് നമ്മുടെ ലല്ലു. ഇത് നമ്മളെ 2ആളും ഇല്ല, ഞാന് മൂത്താളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഉള്ള ഫോട്ടോയാ അത്. അപ്പൊ ഇതൊരു പ്രത്യേക ഭംഗിയില്ലേ ഗൈസ്, ഇങ്ങനെ ഒട്ടിച്ചേരും. ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ഫോട്ടോ എനിക്കൊരു ചേച്ചിയാണ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അതിനുശേഷം ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത്, ഇതും അത് കണക്കന്നെ ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് ഇങ്ങനെ വെക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ ആ ഒരു ചുമലിന്റെ സൈഡിൽ വെക്കാൻ. പക്ഷെ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച കാരണം ഇതിന്റെ ഉള്ളിൽ അങ്ങ് ഒട്ടിച്ച്. ചേച്ചി എന്റെ 2ാമത്തെ മോന്റെ പിറന്നാളിന് ഗിഫ്റ്റ് തന്ന സാധനമാണ്. ഇതും ഗിഫ്റ്റ് തന്ന ആളെ കാണണമെങ്കിൽ ഇതാണ്. അത് എന്റെ 7ാം മാസത്തിന് എനിക്ക് തന്നതാണ്. അപ്പൊ ഇത് മോന്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അമ്മന്ന് നടക്കുന്നതും പ്രസവിച്ച സമയത്തും അങ്ങനെ ഇരുന്നതും ഒക്കെ കുറച്ച് ഫോട്ടോ. ഇത് ഓണത്തിന് എടുത്തതാ. അങ്ങനെ ഇത് നമ്മൾ രണ്ടാളുള്ള, ഇത് നമ്മള് 4 ആളുള്ള ഫോട്ടോ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ എടുത്ത ഫോട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് സെറ്റ് ചെയ്ത്, ഇത് തന്നെ 2nd ഡെലിവറി സമയത്തുള്ളതാ, പ്രസവിച്ച്. ഇത് ഹോസ്പിറ്റലിന്റെ വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായത്. ഇത് നമ്മള് എപ്പോഴോ എടുത്ത, ഏതൊരു ഓണ സമയത്തെ കണ്ട് എടുത്ത ഫോട്ടോ ഞാൻ തോന്നുന്നു. ഇത് നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് അനിയൻ. ഞാന് മൂത്താളെ 7ാം മാസത്തിൽ എടുത്ത ഫോട്ടോയാ, 7ാം മാസത്തിൽ എടുത്ത ഫോട്ടോ. ഇത് മോനുണ്ടായിരുന്നപ്പോ, ഇത് മോന്റെ ചോറ് കൊടുപ്പിന് മൂത്താട. ഗായ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂം ടൂർ വീഡിയോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരുന്നത്. ലിയോ അവിടെ കളിക്കുന്നുണ്ടേടാ, ഇത്ര നേരം TV കണ്ടോണ്ടിരുന്നതാ. ലാസ്റ്റ് ടൈപ്പ് വന്ന് കേറുന്നുണ്ടാ, അവിടെ കേറിയത് സേഫാണ്, അങ്ങോട്ട് വീഴൊന്നുമില്ല. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരാളും ഉണ്ട്, വാ. വീഡിയോ എടുക്കണോ
റൂം ടൂർ വീഡിയോ എടുക്കണം, വേഗം വാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇത് തീർന്നപ്പോ എങ്ങനെ എത്തി. ഇത്രയും പഞ്ചായത്തി ഉള്ള ആളെ പഞ്ചായത്ത് കിട്ടൂല. പിന്നെന്നാ നമ്മുടെ റൂമില് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സഹായിച്ച ആളും കൂടെയാണ്. കണ്ടാ തല്ലിക്കൊല്ലുവാണ് ഗൈസ്. ഈ പീഡനത്തിന് നമ്മുടെ വീട്ടിലെ ഗുണ്ടയാണ്. ഹലോ ഹലോ, എന്ത് പറ്റി? വീഡിയോ പിള്ളേർ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നൊന്ന് ഞാൻ കാണിച്ചു തന്നിട്ട്, കാരണം ഇത് ഞാന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം. ഇത് നമുക്ക് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത്, കാരണം മേക്കപ്പ് സാധനങ്ങൾ പെട്ടെന്ന് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോ സാധനങ്ങള് ഇതിനകത്ത് ഓരോരോ കള്ളിയിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് തുണി ഒരു അത്യാവശ്യം കുഞ്ഞുങ്ങളുടെ തുണിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഇത് വാങ്ങിച്ചപ്പോ പറഞ്ഞായിരുന്നു തള്ളിയിട്ട് കഴിഞ്ഞാൽ, കാരണം ഇത് ഓരോന്നും ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്ക്, ഇതൊന്ന് തള്ളിക്കഴിഞ്ഞാൽ എല്ലാം അടപടലാന്ന് പറഞ്ഞ് വീഴും. അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ അത് വേണോന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ കുഴപ്പമില്ല, അത് ഉണ്ടെങ്കിൽ നല്ലല്ലോ, നമുക്ക് അലക്കാനൊക്കെ എളുപ്പം പെട്ടെന്ന് ഇതാ. അപ്പൊ അങ്ങനെ വെച്ച് വാങ്ങിച്ചു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ചില നേരത്തൊക്കെ എടുത്തോണ്ട് നടക്കും, ലിയോ വന്ന് ഊരി എടുത്തിട്ടൊക്കെ പോകും. നമ്മളിങ്ങനെ നോക്കണം, ഒരു സ്റ്റേജ് എത്തുന്നവരെ നമുക്ക് ഇങ്ങനെ എല്ലാം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളുടെ റൂം ടൂർ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ റൂം ടൂർ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ റൂമിലൊക്കെ വലിയ കാര്യങ്ങളൊന്നും, ചെറിയ കാര്യങ്ങൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് ബൈ.